ഹലോ ഫ്രണ്ട്സ്, ഓണത്തിൻ്റെ നല്ല കുറച്ച് ഓർമ്മകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കുട്ടിക്കാലത്ത് ഇതുപോലത്തെ ഒരുപാട് ഓർമ്മകളുണ്ടായിരുന്നു, അതുപോലെ ഒരുപാട് അവസരങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതുപോലത്തെ അവസരങ്ങളൊക്കെ കുറഞ്ഞു തുടങ്ങിയെന്നാണ് തോന്നുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ യൂണിറ്റുകാരും ഈ പ്രാവശ്യം ഓണാഘോഷ പരിപാടികൾ നടത്തിയിട്ടുണ്ട്. ഇതൊരു മത്സരമായിട്ടൊന്നുമല്ല നടന്നിരിക്കുന്നത്. എല്ലാവരുടെയും സൗഹൃദവും സ്നേഹവും ഒക്കെ പങ്കിടുന്ന രീതിയിലായിരുന്നു മത്സരങ്ങൾ. ഭയങ്കര പ്ലാനിങ്ങോട് കൂടി തുടങ്ങിയ ഒരു ഓണാഘോഷ പരിപാടി ആയിരുന്നില്ല. പെട്ടെന്ന് എല്ലാവരും കൂടി തട്ടിക്കൂട്ടിയെടുത്ത ഒരു ഓണാഘോഷ പരിപാടിയായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ 5 മിനിറ്റ് കൊണ്ടൊക്കെയാണ് ഡാൻസ് പഠിച്ച് ആ സമയത്ത് കളിച്ചത്. അവരെല്ലാവരും തന്നെ അതിമനോഹരമായിട്ട് തന്നെ അവരുടെ പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ചെറിയ ചെറിയ മത്സരങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കണ്ടും ആസ്വദിച്ചും ഒക്കെ നമ്മളവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പണ്ടത്തെ ഓർമ്മയിലേക്ക് കൊണ്ടുപോയ ഒരു കസേരക്കളിയായിരുന്നു കേട്ടോ. ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തതും ചിരിച്ചതും ഈ ഒരു കസേരക്കളിയിലായിരുന്നു. കുട്ടിക്കാലത്ത് ഒരുപാട് തവണ ഇതുപോലത്തെ കസേരക്കളിയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. എല്ലാവരും ഒരുമിച്ചായിരുന്നു കേട്ടോ. എല്ലാ പ്രായക്കാരും ഒരുമിച്ചായിരുന്നു ഈ ഒരു കസേരക്കളിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ വളരെ കുറച്ച് ഒരു ടീമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് സന്തോഷവും സൗഹൃദവും പങ്കിട്ടിട്ടുള്ള ഒരു മത്സരമായിരുന്നു കേട്ടോ. കുട്ടിക്കാലത്തെ ഈ ഒരു കസേരക്കളിയിലൊക്കെ തന്നെ ഞാൻ തന്നെയാണ് ഫസ്റ്റ് പ്രൈസ് ഒട്ടുമിക്കതും വാങ്ങിച്ചെടുക്കാറ്. അതിൻ്റെ ഓർമ്മ പുതുക്കൽ എന്നോണം ഈ ഒരു പ്രാവശ്യവും ഫസ്റ്റ് പ്രൈസ് ഞാൻ തന്നെ വാങ്ങിച്ചെടുത്തിട്ടുണ്ട്. എന്തായാലും വളരെയധികം എൻജോയ് ചെയ്ത് കളിച്ച ഒരു കസേരക്കളിയായിരുന്നു. സൗഹൃദവും സ്നേഹവും ഒരുമിച്ച് പങ്കിട്ടുള്ള ഈ ഒരു കസേരക്കളിയിൽ ഇതാ കിടക്കണു താഴെ. എന്തായാലും അതിൻ്റെയും പ്രൈസ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ കുട്ടികളുടെ കസേരക്കളിയായിരുന്നു കേട്ടോ. എല്ലാവർക്കും തന്നെ ഭയങ്കര സന്തോഷമായിരുന്നു ഇതുപോലെ എൻജോയ് ചെയ്ത് കളിക്കാനായിട്ട്. പിന്നെ നമ്മുടെ കുട്ടികളുടെ മിഠായി പറക്കൽ, അതിനുശേഷം പിന്നെന്താണ് ബലൂൺ വീർപ്പിച്ചിട്ട് ഗ്ലാസ് ഇങ്ങനെ കൊണ്ടുവന്ന് വയ്ക്കുന്ന കളി, സ്ട്രോ ഇങ്ങനെ കൊണ്ടുവന്ന് വയ്ക്കുന്ന കളികൾ, അങ്ങനെ കുറേ തരം കളികൾ അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. ഇവാനിയമ്മോൾ ഇതെല്ലാം കണ്ട് ആസ്വദിച്ച് എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടുമ്പോൾ കിട്ടുന്ന അതിൻ്റെ മിഠായും ഒക്കെ അവിടെ കഴിച്ചുകൊണ്ട് എൻജോയ് ചെയ്തുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ കളിയിൽ വിൻ ചെയ്യുന്ന ആൾക്കാർക്ക് അപ്പോൾ അതിൻ്റെ പ്രൈസും കാര്യങ്ങളും കൊടുത്ത് പോയിരുന്നു കേട്ടോ. ഇപ്പോൾ എല്ലായിടത്തും ഇതുപോലത്തെ ഓണം സെലിബ്രേഷൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ. ജിമ്മിലാണെങ്കിൽ പോലും ഓണം സെലിബ്രേഷൻ ആഘോഷങ്ങൾ നടത്തുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടൈം തന്നെയാണ് ഈ ഒരു ഓണക്കാലം എന്ന് പറയുന്നത്. ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു ഗെയിംസുകൾ കളിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു പോസിറ്റീവ് എനർജിയും സന്തോഷവും ഒക്കെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ അവിടെ വന്നിരിക്കുന്ന ആൾക്കാർക്ക് പ്രായ വ്യത്യാസത്തിനനുസരിച്ചിട്ട് 2 ടീമൊക്കെ ആയിട്ട് തിരിച്ചിട്ടാണ് നമ്മളിതുപോലത്തെ ഗെയിമും കാര്യങ്ങളും വെക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ അമ്മമാരുടെ ഒരു ഗെയിം സെക്ഷൻ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷം തന്നെയായിട്ടുണ്ട്. വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയം ഇതുപോലെ ഒരുമിച്ച് ഒത്തുകൂടലും സൗഹൃദം പങ്കിടലും ഇതുപോലത്തെ എൻജോയ്മെൻറ്റും കാര്യങ്ങളും എല്ലാവരുടെ മനസ്സിനും സന്തോഷം നൽകുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഏറ്റവും ഫണ്ണി ആയിട്ടുള്ള മറ്റൊരു ഗെയിമായിരുന്നു ഈ ഒരു ഗ്ലാസിൻ്റെ കൂടെ ക്രോസ് ചെയ്ത് നടക്കുന്നത്. അതായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ചിരിച്ച ഒരു ഗെയിം എന്ന് പറയും. പല സ്ഥലത്തേക്ക് പലരും ഇതുപോലെ നടന്നു പോകുമ്പോൾ അത് നന്നായിട്ട് എൻജോയ് ചെയ്യാനും ചിരിക്കാനും പറ്റിയിട്ടുണ്ട്. ശരിക്കും നമ്മുടെ മണിച്ചിത്രത്താഴിലെ പാട്ട് വെച്ചാലാണ് ഈ ഒരു സിറ്റുവേഷൻ ഓക്കെ ആയിട്ട് കിട്ടുക. നല്ല രസമായിരുന്നു. എന്നിട്ട് എൻജോയ് ചെയ്ത ഒരു ഗെയിം സെക്ഷൻ ആയിരുന്നു ഇത്. പല കുട്ടികളും മുതിർന്നവരും ഒക്കെ എല്ലാ ഗെയിമിനും തന്നെ ഒരുപോലെ തന്നെയാണ് പങ്കെടുത്തത്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ എൻജോയ് ചെയ്യാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ജനുവരി മാസം തൊട്ടാണ് നമ്മുടെ ഫേസ്ബുക്കിൽ ഇത്ര ആക്റ്റീവായിട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങിയത്. ആ സമയം തൊട്ട് ഈ കാലം ഇത്രയും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസും ടാസ്കും ഒക്കെ കംപ്ലീറ്റ് ചെയ്തിരുന്നു. അതെനിക്ക് എന്നോടൊപ്പം കട്ടയ്ക്ക് നിന്നത് നിങ്ങൾ ഓരോരുത്തരുമായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും പറയുന്നത്. ഫേസ്ബുക്ക് പ്രൊഫഷണൽ മോഡാക്കിയ എല്ലാവരുടെയും ആഗ്രഹമായിരിക്കും CM ഓണാവുക എന്നത്. അതെനിക്ക് ഈ ഒരു ഓണക്കാലത്ത് തന്നെ എൻ്റെ ഓണം കിട്ടിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ CM ഓണാവാൻ വേണ്ടിയിട്ട് ഞാൻ കറക്റ്റായിട്ട് അതിൻ്റെ ടാസ്കും കാര്യങ്ങളൊക്കെ തന്നെ കംപ്ലീറ്റ് ചെയ്ത് പോന്നിരുന്നു. പിന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഹൈ ലെവലിൽ തന്നെ ഹെൽത്തി ആയിട്ടുള്ള പ്രൊഫൈലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ വെച്ച് ചെറുതായിട്ടൊന്ന് റെഡ് കളറിലോട്ട് മാറിയിരുന്നു. പിന്നെ 3 ലക്ഷം വ്യൂ വന്നു കഴിഞ്ഞ് CM ഓണായി കിട്ടുമെന്ന് പറഞ്ഞ മറ്റൊരു ടാസ്ക് ഉണ്ടായിരുന്നു. ആ ടാസ്ക് എനിക്ക് വന്നിരുന്നു. പക്ഷേ ഞാൻ ആ സമയത്ത് സെറ്റിങ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിറ്റേ ദിവസം ചെയ്യാമെന്നും പറഞ്ഞ് കാത്തിരുന്നു. പക്ഷേ പിറ്റേ ദിവസം ആയപ്പോഴേക്കും എൻ്റെ ആ ഒരു ടാസ്ക് പോയിരുന്നു. പക്ഷേ എല്ലാ പ്രതിസന്ധികളും മറികടന്ന് നമുക്ക് ഏറ്റവും അവസാനം നമ്മുടെ ആ ഒരു ലക്ഷ്യസ്ഥാനത്ത് എത്താനും CM ഓണായി കിട്ടുക എന്ന സ്വപ്നം നടക്കാനും നിങ്ങൾ ഓരോരുത്തരും എന്നോട് കട്ടയ്ക്ക് നിന്ന് സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഓണത്തിന് ഹൃദയത്തിൻ്റെ ഭാഷ നന്ദി പറയുന്നു. അപ്പോൾ ഇവിടെ ഓണത്തിൻ്റെ പല പല മത്സരങ്ങൾ, സുന്ദരിക്ക് പൊട്ടുതൊടൽ, അതുപോലെ ഗ്ലാസ് ബലൂണിൽ കൊണ്ടുവന്ന് കൊടുക്കൽ, അങ്ങനെയുള്ള അതിമനോഹരമായിട്ടുള്ള എല്ലാ മത്സരങ്ങളും വിജയകരമായിട്ട് പൂർത്തിയായിരുന്നു. അതിനുശേഷം എല്ലാവരും നമ്മുടെ സ്പൂൺ റൈസിങ്, അതും നല്ല രസമായിരുന്നു കേട്ടോ. എല്ലാവരും പിന്നെ അവിടെ പായസം, ഉപ്പേരി, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എല്ലാവർക്കും കൊടുത്തിരുന്നു. അപ്പോൾ സൗഹൃദവും സ്നേഹവും ഒരുമിച്ച് പങ്കിട്ട് ഈ ഒരു ഓണക്കാലം എല്ലാവരും അതിമനോഹരമായിട്ട് തന്നെ ആഘോഷിക്കുക. അപ്പോൾ നിങ്ങളുടെ ഓർമ്മകൾ ഇതുപോലെ വീഡിയോസും ഫോട്ടോസും
ദിവസവുമായിട്ട് നമ്മുടെ ഫേസ്ബുക്കിലും എല്ലാ സോഷ്യൽ മീഡിയയിലും പബ്ലിഷ് ചെയ്യുക. അപ്പോൾ അത് എക്കാലത്തും ഒരു ഓർമ്മയായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ ഇതും ഒരു ഓർമ്മയായിട്ട് കിടക്കട്ടെ എന്ന് കരുതി നമ്മുടെ ഫേസ്ബുക്കിലെ എല്ലാ ഫ്രണ്ട്സുകൾക്കും വേണ്ടിയിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും. എല്ലാവർക്കും ഹാപ്പി ഓണം. നിങ്ങളും ഇതുപോലെ തന്നെ എൻജോയ് ചെയ്ത് ഈ ഒരു ഓണക്കാലം ആഘോഷിക്കുക. പ്രായവ്യത്യാസമില്ലാതെ എല്ലാവരും കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗിക്കുക എന്നതാണ് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും ഏത് അവസരം കിട്ടിയാലും അത് അപ്പം തന്നെ ഉപയോഗിക്കാൻ നോക്കുക. അപ്പോൾ നമുക്ക് ലൈഫിൽ ഒരു പോസിറ്റീവ് എനർജിയും സന്തോഷവും ഒക്കെ തന്നെ കടന്നു വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഓക്കെ, ബൈ, താങ്ക് യു. പിന്നെ ഈ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്ത് തന്ന ടീമിനും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഓക്കെ, ബൈ, താങ്ക് യു.